തലേ ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ സമയത്താണ് പഴുത്ത് കറുത്ത പഴം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ രാത്രി തന്നെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം രാവിലേക്കൊക്കെ കൂടുതൽ കറുത്ത് അതിൻ്റെ ചുവ വ്യത്യാസമൊക്കെ വരുമല്ലേ. അപ്പോൾ ഞാനെന്ത് പണി ചെയ്തു, ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് പിന്നെ ഈ പഴം ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്ക് ചെറിയ തീയിലാക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിടക്കാൻ സമയം എന്ന് പറഞ്ഞാൽ 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെയാണ് ഇതിങ്ങനെ ഒതുക്കി വെക്കുമ്പോഴാണിത് കണ്ടത് കേട്ടോ, ശ്രദ്ധയിൽ പെട്ടത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമുക്ക് മക്കൾക്ക് രാവിലെ കാലിച്ചായക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അവിലും ഉണ്ട്, ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു അവിലും പഴമൊക്കെ ചേർത്തിട്ടുള്ളൊരു ഉണ്ട ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അവിൽ നമുക്ക് ശരിക്കൊന്നും മൊരിച്ചെടുത്ത് നല്ലതുപോലെ ചൂടാക്കിയാൽ മതി. അപ്പോൾ നല്ലതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ അതേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 2 അച്ച് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര 2 അച്ച ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ 2 ഏലക്കായും കൂടി കുത്തി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതേ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാത്രം നമുക്കത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് പാനി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നമുക്കിത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കുകയും ചെയ്യാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ അത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് പാത്രത്തിലാക്കി അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് കാലിച്ചായൻ്റെ കൂടെ ആയാലും ഈവനിങ്ങിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.